ഏറ്റവും ശക്തമായ അപ്രവചനീയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആലത്തൂർ ആരെടുക്കും? അല്ല അഭിലാഷ്, ഈ അപ്രവചനീയം എന്നൊക്കെ പറയാൻ ആലത്തൂർ അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടോ? ആണ്. കാരണം കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ചത് ഇടതുമുന്നണിയുടെ ഒരു കോട്ടയിലാണ് എന്ന് ആലോചിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിലധികം വോട്ടിന്റെ മേൽക്കൈ ഇടതുമുന്നണിക്കുള്ള ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പിടിച്ചെടുത്തത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, എന്ത് വിധേനയും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ സീനിയർ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ ആലത്തൂരിലെ കളി ചില്ലറ കളിയല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ആദ്യഘട്ടം സർവേയില് 1% കെ രാധാകൃഷ്ണൻ മുന്നിലായിരുന്നു. അതെ, ഒറ്റ പോയിന്റിന് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ കെ രാധാകൃഷ്ണൻ മുന്നിലാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യഘട്ട സർവേ പറഞ്ഞത്. 2ാം ഘട്ട സർവേ അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ ഈ പറഞ്ഞ ലീഡ് കെ രാധാകൃഷ്ണൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,58,000 വോട്ടിന് ജയിച്ച രമ്യ ഹരിദാസിനെ മറികടന്ന് നമ്മുടെ പ്രവചന ഫലത്തിൽ 1% കെ രാധാകൃഷ്ണൻ മുന്നിലെത്തിയിരുന്നു. അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ പിന്നെയും മുന്നേറിയോ അതോ പുറകോട്ട് പോയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കഴിഞ്ഞ തവണ 52.4% വോട്ടാണ് രമ്യ ഹരിദാസ് നേടിയത്. കോഴിക്കോടുകാരി ആലത്തൂര് വന്ന്, അതും ഒരു യുവ നേതാവ്, CPIM-ന്റെ ഒരു കോട്ട കൊത്തളത്തിൽ 52% വോട്ട് നേടുക ഡിഫറൻസ്. യെസ് എന്ന അത്ഭുതം നമ്മൾ കണ്ടു. 36.8 കഴിഞ്ഞ തവണ 2019 PK ബിജു പിന്നിലോട്ട് പോകുന്നത് കൊണ്ട് തൊട്ട് മുൻപത്തെ ഇലക്ഷനിൽ 44 മുകളിൽ 45% അടുത്ത് പോൾ ചെയ്ത വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായെന്ന് ഓർക്കണം. അങ്ങനെ വളരെ വളരെ കൗതുകകരമായ രാഷ്ട്രീയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മണ്ഡലമാണ് ആലത്തൂർ. അതുകൊണ്ട് ആലത്തൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന് മുഴുവൻ കൗതുകമുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ ഈ മലപ്പുറത്തെ കോണിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു കാലത്ത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചു കഴിഞ്ഞാൽ വോട്ട് ആ പെട്ടിയിൽ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കഴിഞ്ഞ തവണ മാറ്റമുണ്ടായത്. തീർച്ചയായും 2009 ആദ്യമായി ആലത്തൂർ മണ്ഡലം രൂപം കൊണ്ട 2009 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ UDF തരംഗമാണ് ആഞ്ഞടിച്ചത്. ആ UDF തരംഗത്തിൽ പോലും വീഴാതിരുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ആലത്തൂർ. അത് കഴിഞ്ഞ തവണ അനായാസം രമ്യ ഹരിദാസിന് മുമ്പിൽ കീഴടങ്ങി. അപ്പോൾ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആലത്തൂരിൽ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിലത്തെ ഏപ്രിൽ 12 വരെയുള്ള ഒപ്പീനിയൻ പോളിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും അന്തിമമായി ആലത്തൂരിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. വരട്ടെ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് അത്ഭുതകരം, ആശ്ചര്യജനകം. അട്ടിമറിയാണത്. 3 പോയിന്റിന്റെ ഡിഫറൻസ് ആലത്തൂരിൽ രമ്യയ്ക്ക് കെ രാധാകൃഷ്ണന് മേലുണ്ട്. ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ആലത്തൂർ അവരിൽ നിന്ന് കൈവിട്ട് പോവുകയാണെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് എനിക്ക് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ തവണത്തേത് 1% കെ രാധാകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു. ഇത്തവണ അത് മാറി മറിഞ്ഞ് 3% രമ്യ ഹരിദാസ് മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവചനം നൽകുന്ന സൂചന. പക്ഷേ കെ രാധാകൃഷ്ണൻ നേരത്തെ നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ചേലക്കരയിൽ ചില അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പുറകിലാണെന്ന് വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും അവസാനം 39,000 വോട്ടിനാണ് ജയിച്ചത്. ഇനി അതല്ല, കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ തുടരണം, സംസ്ഥാനത്ത് മന്ത്രിയായി തുടരണം എന്ന് ആ നാട്ടുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ രമ്യ ഹരിദാസ് തന്നെ വീണ്ടും അങ്ങനെ ചിന്തിക്കാതെ, രാധേട്ടൻ ഇപ്പൊ മന്ത്രിയല്ലേ, ഇപ്പൊ മന്ത്രിയായിരിക്കട്ടെ എന്ന് വിചാരിക്കാം, നമ്മുടെ കുട്ടി ജയിച്ചു പോട്ടെ എന്നും വിചാരിക്കാം. അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങളുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ. നോക്കൂ, പക്ഷേ നമ്മൾ ആദ്യഘട്ട സർവേ കഴിഞ്ഞിട്ട് 23 ദിവസം പിന്നിട്ടു. ആദ്യഘട്ട സർവേ കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായ പ്രചണ്ഡമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു. ആ പ്രചരണ ഘട്ടത്തിൽ രമ്യ ഹരിദാസ് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 42 ആണ് നേരത്തെ നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്നതെങ്കിൽ അത് 44 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം 43 നിന്ന് 41 കെ രാധാകൃഷ്ണൻ കുറയുകയാണ് ചെയ്തത്. -2. അതായത് രമ്യ ഹരിദാസിന് +2 ആണെങ്കിൽ കെ രാധാകൃഷ്ണന് -2 ആണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ UDF അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രചരണ വിഷയങ്ങളിൽ LDF-നെ UDF മറികടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാം. അഭിലാഷ്, ഇതിനകത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ രമ്യ ഹരിദാസ് അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് കുടിശ്ശിക കൊടുത്തു തീർത്തുവെങ്കിലും ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പുറകിൽ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെതിരെയുള്ള വികാരം. തീർച്ചയായും, കാരണം ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെ 2 ഗഡു ഈ പറഞ്ഞ പെൻഷൻ
2 ഗഡു പെൻഷൻ വാങ്ങിച്ച് 3200 രൂപ കയ്യിൽ വാങ്ങിയിട്ടുള്ള ആളുകൾ വോട്ട് കുത്താൻ പോകുമ്പോൾ നമ്മളെ മറക്കില്ല എന്നൊക്കെയാണ്. ഇനിയുണ്ട് കുടിശ്ശിക. ഉണ്ട്. അല്ല, കുടിശ്ശികയുടെ 2 ഗഡു ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 3200 രൂപ കൈ കിട്ടുന്ന ആളുകൾ വോട്ട് ചെയ്തേക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല. ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുന്നത് കുറച്ചുകൂടി വേറൊരു ലെവലിലാണ് എന്ന് വേണം. ഇതാണ് അന്തിമ ഫലമായി വരിക എങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുക. കാരണം കെ രാധാകൃഷ്ണനെ പോലൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടും ഇടതുപക്ഷം പുറകിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അതിനെ മറികടക്കുന്ന മറ്റെന്തോ അവിടെ വർക്ക്. തീർച്ചയായും അത് നിശ്ചയമായും സ്ഥാനാർത്ഥിയുടെ കുഴപ്പമല്ല. അത് സ്ഥാനാർത്ഥികളുടെ രണ്ടുപേരുടെയും താരതമ്യവുമല്ല. അവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കുറിച്ച് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ എതിർപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ ആലത്തൂർ പോയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇടക്കാലത്ത് കനുകോലൂർ റിപ്പോർട്ട് രമ്യ ഹരിദാസിനെ അവിടെ നിന്ന് മാറ്റണമെന്ന ചർച്ച, അവർ പോപ്പുലർ അല്ല എന്ന ചർച്ചയൊക്കെ നടന്നല്ലോ. അത് പാർട്ടിക്കാരുടെ ഇടയിൽ മാത്രമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ രമ്യ ഹരിദാസിന്റെ പാട്ടും അല്ലെങ്കിൽ അവരുടെ ജനകീയതയൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് വേണം ഈ 44 അവരിപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം. യെസ്.